Dear students, welcome to another online class. Today we are discussing second chapter of plus one accounting. The name of chapter is Theory Base of Accounting. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ്ങിൻ്റെ സൈദ്ധാന്തിക അടിത്തറ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ സൈദ്ധാന്തിക അടിത്തറ എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് തിയറി മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലമെന്തെന്നറിയാൻ അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. അവർ ആരൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്, സ്ഥാപനത്തിനകത്തുള്ള ആളുകൾ, സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകൾ. പ്രവർത്തന ഫലങ്ങൾ കണക്കാക്കുന്നതിൽ കൃത്യമായ തത്വങ്ങളും ആശയങ്ങളും പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അർത്ഥപൂർണമാകണമെങ്കിൽ അവ വിശ്വസനീയവും അതുപോലെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതും ആയിരിക്കണം. താരതമ്യ പഠനം മറ്റു സ്ഥാപനങ്ങളുടെ വിവരങ്ങളുമായോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഒന്നിലധികം വർഷങ്ങളിലെ വിവരങ്ങൾ തമ്മിലോ ആകാം. ഇത് കൃത്യതയോടെ സാധ്യമാകണമെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ സ്ഥിരത നിലനിർത്തുന്ന അടിസ്ഥാന തത്വങ്ങളിലും പ്രമാണങ്ങളിലും ഊന്നിയാവണം തയ്യാറാക്കേണ്ടത്. ഈ സ്ഥിരത ധനപരമായ ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഘട്ടം തുടങ്ങി അവ എങ്ങനെ അളക്കാമെന്ന് തീരുമാനിക്കുന്നതിലും അവ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടം വരെയും പാലിക്കേണ്ടതാണ്. ഇത് ഫലപ്രദമായി നടപ്പാക്കുന്നതിലേക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആശയഘടനയും തത്വസംഹിതകളും വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ടിംഗ് പ്രക്രിയയിൽ സമാനതയും, അതായത് ഒരേ രൂപവും സ്ഥിരതയും കൊണ്ടുവരുന്നതിനായി കാലാകാലങ്ങളിൽ വികസിപ്പിച്ചെടുത്ത തത്വങ്ങൾ, ആശയങ്ങൾ, നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയാണ് അക്കൗണ്ടിങ്ങിൻ്റെ സൈദ്ധാന്തിക അടിത്തറയിൽ ഉൾപ്പെടുന്നത്. അക്കൗണ്ടിംഗ് പ്രക്രിയയിൽ സമാനതയും ഒരേ രൂപവും സ്ഥിരതയും കൊണ്ടുവരുന്നതിനായി കാലാകാലങ്ങളിൽ വികസിപ്പിച്ചെടുത്ത തത്വങ്ങൾ, ആശയങ്ങൾ, നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയാണ് അക്കൗണ്ടിങ്ങിൻ്റെ സൈദ്ധാന്തിക അടിത്തറയിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിംഗ് തത്വങ്ങൾ. പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിംഗ് തത്വങ്ങൾ. ഗ്യാപ്പിന്റെ ഫുൾ ഫോം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഗ്യാപ്പ് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് സെറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ റിപ്പോർട്ട്സ്. ഗ്യാപ്പ് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് സെറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ റിപ്പോർട്ട്സ്. ധനകാര്യ പത്രികകളും മറ്റു റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നതിന് തയ്യാറാക്കിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഗ്യാപ്പ്. ധനകാര്യ പത്രികകളും മറ്റു റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നതിന് തയ്യാറാക്കിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഗ്യാപ്പ്. It provides uniformity and consistency in the preparation of financial statements and other reports. It provides uniformity and consistency in the preparation of financial statements and other reports. ധനകാര്യ പത്രികകളും മറ്റു റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നതിന് സ്ഥിരതയും സമാനതയും ഗ്യാപ്പ് നൽകുന്നു.
ധനകാര്യ പത്രികകളും മറ്റു റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നതിന് സമാനതയും സ്ഥിരതയും ഗ്യാപ്പ് നൽകുന്നു. അക്കൗണ്ടിംഗ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനും അവ റിപ്പോർട്ടുകളാക്കി ഉപയോക്താക്കൾക്ക് നൽകുന്നതിനും ഗ്യാപ്പ് അനുസരിച്ചായിരിക്കണം. അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നതും അവ റിപ്പോർട്ടുകളാക്കി ഉപയോക്താക്കൾക്ക് നൽകുന്നതും ഗ്യാപ്പ് അനുസരിച്ചായിരിക്കണം. അതുവഴി അക്കൗണ്ടിംഗ് പ്രക്രിയ കൂടുതൽ വസ്തുനിഷ്ഠമാവുകയും അതിലൂടെ വിവിധ ഉപയോക്താക്കൾക്ക് അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ കൂടുതൽ സ്വീകാര്യമാവുകയും ചെയ്യുന്നു. മുൻകാല അനുഭവങ്ങൾ, പ്രയോഗങ്ങൾ, കീഴ്വഴക്കങ്ങൾ, വ്യക്തികളുടെയും വിദഗ്ധ തൊഴിൽ സമിതികളുടെയും പ്രസ്താവനകൾ, സർക്കാർ ഏജൻസികളുടെ നിയന്ത്രണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദീർഘകാലം കൊണ്ട് ക്രമാനുഗതമായി വികസിപ്പിച്ചെടുത്തതാണ് ഗ്യാപ്പ്. തത്വങ്ങൾ, അംഗീകൃത തത്വങ്ങൾ, സമ്പ്രദായങ്ങൾ, പരിഷ്കരിച്ച തത്വങ്ങൾ, അനുമാനങ്ങൾ തുടങ്ങിയ പദങ്ങൾ മാറി മാറി ഇവിടെ ഉപയോഗിക്കുന്നതായി കാണാം. തത്വങ്ങൾ, അംഗീകൃത തത്വങ്ങൾ, സമ്പ്രദായങ്ങൾ, പരിഷ്കരിച്ച തത്വങ്ങൾ, അനുമാനങ്ങൾ തുടങ്ങിയ പദങ്ങൾ ഇവിടെ മാറി മാറി ഉപയോഗിക്കുന്നതായി കാണാം. ഇവയെ ഒരുമിച്ച് നമ്മൾക്ക് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്, അടിസ്ഥാന അക്കൗണ്ടിംഗ് സങ്കല്പങ്ങൾ എന്ന് പറയാവുന്നതാണ്. ഇവയെ ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്, അടിസ്ഥാന അക്കൗണ്ടിംഗ് സങ്കല്പങ്ങൾ എന്ന് പറയാവുന്നതാണ്. ഏതെല്ലാമാണ് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകൾ? ഇതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ താഴെ പറയുന്നതാണ്. ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹാവ് ബീൻ ലിസ്റ്റഡ് ആസ് ബിലോ. ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് അസ്തിത്വ തത്വം. ബിസിനസ് അസ്തിത്വ തത്വം ഒന്നാമത്തത്. ബിസിനസ് അസ്തിത്വ സങ്കല്പമെന്നോ അല്ലെങ്കിൽ തത്വമെന്നോ പറയാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾസ്. രണ്ട്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. പണമായി അളക്കൽ തത്വം. മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. പണമായി അളക്കൽ തത്വം. പണമായി അളക്കൽ തത്വം. മൂന്ന്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് സ്ഥാപന തുടർച്ചാ തത്വം. സ്ഥാപന തുടർച്ചാ തത്വം. നെക്സ്റ്റ്, നാലാമത്തത് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് കാലയളവ് തത്വം. അക്കൗണ്ടിംഗ് കാലയളവ് തത്വം. കോസ്റ്റ് കോൺസെപ്റ്റ്. വ്യയ തത്വം. വ്യയ തത്വം. കോസ്റ്റ് കോൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഓർ ഡുവാലിറ്റി കോൺസെപ്റ്റ്. ഇരുഘടക തത്വം. ഇരുഘടക തത്വം. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. വരുമാന നിർണയ തത്വം. വരുമാന നിർണയ തത്വം. മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ്. പൊരുത്തപ്പെടുത്തൽ തത്വം. പൊരുത്തപ്പെടുത്തൽ തത്വം. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം. സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. സ്ഥിരതാ തത്വം. സ്ഥിരതാ തത്വം. കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ്. കൺസർവേറ്റിസം കോൺസെപ്റ്റ്. മുൻകരുതൽ തത്വം. മുൻകരുതൽ തത്വം. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പ്രസക്തി തത്വം. പ്രസക്തി തത്വം. പ്രസക്തി തത്വം. അവസാനത്തത് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. വസ്തുനിഷ്ഠതാ തത്വം. ഈ ചാപ്റ്ററിലൂടെ ഇത്രയും കോൺസെപ്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഈ കോൺസെപ്റ്റുകൾ ഉണ്ടാകുന്നത് മുൻകാല അനുഭവങ്ങൾ, പ്രയോഗങ്ങൾ, കീഴ്വഴക്കങ്ങൾ, വ്യക്തികളുടെയും വിദഗ്ധ തൊഴിൽ സമിതികളുടെയും പ്രസ്താവനകൾ, സർക്കാർ ഏജൻസികളുടെ നിയന്ത്രണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദീർഘകാലം കൊണ്ട് ക്രമാനുഗതമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ കോൺസെപ്റ്റുകൾ. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നിങ്ങൾ എഴുതിയ നോട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.